ബിഗ് ബോസ് മലയാളം സീസൺ 7 ലാലേട്ടൻ പ്രൊമോയും വന്നു. പുറത്തു വന്ന വാർത്തകൾ അനുസരിച്ച് ഇനി സീസൺ ആരംഭിക്കാൻ ഒരു മാസത്തിൽ കുറവ് ദിവസങ്ങളേ ഉള്ളൂ. സോഷ്യൽ മീഡിയയിലാണെങ്കിൽ പ്രഡിക്ഷൻ ലിസ്റ്റുകൾ സജീവമായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. പ്രഡിക്ഷൻ ലിസ്റ്റുകൾക്ക് ശേഷം നിലവിൽ കൺഫർമേഷൻ ലഭിച്ച മത്സരാർത്ഥികളുടെ ലിസ്റ്റും സോഷ്യൽ മീഡിയയിൽ എത്തി തുടങ്ങി. ഒരിക്കൽ കൺഫേമായ മത്സരാർത്ഥികൾക്ക് പിന്നീട് അത് ക്യാൻസൽ ആകുമോ? എത്രത്തോളം ഈ ലിസ്റ്റുകളെ വിശ്വസിക്കണം? വീഡിയോ മുന്നോട്ട് പോകുന്നതിന് മുൻപ് ബിഗ് ബോസ് വാർത്തകൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. പലപ്പോഴും കൺഫർമേഷൻ ലിസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഏതെങ്കിലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട സോഴ്സുകളിൽ നിന്നാണ് ഇത്തരം പേരുകൾ പുറത്തറിയുന്ന ഒരു മാർഗം. അവിചാരിതമായെങ്കിലും ചിലരിൽ നിന്ന് ഇത്തരം വാർത്തകൾ പുറത്തു പോകാം. ഒരുപക്ഷെ ബിഗ് ബോസ് അല്ലാതെ മറ്റ് ചാനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരിൽ നിന്നും ഇത് പുറത്തു പോകാം. ഇത് നിയന്ത്രിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആദ്യ ലാലേട്ടൻ പ്രൊമോ പുറത്തു വരുന്നതിന് മുൻപ് അതിന്റെ ഷൂട്ടിംഗ് ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് പലരും മറന്നു കാണില്ല. മറ്റൊന്ന്, ചിലരെങ്കിലും ഓഡീഷനിൽ പങ്കെടുത്തതും കൺഫർമേഷൻ ലഭിച്ചതുമൊക്കെ ചില റിവ്യൂവേഴ്സിനോട് പറയാറുണ്ട്. അങ്ങനെ റിവ്യൂവേഴ്സ് ഈ വിവരങ്ങൾ അറിയാറുണ്ട്. മറ്റൊന്ന്, നിലവിൽ കൺഫർമേഷൻ ലഭിച്ച ചിലരെങ്കിലും PR വർക്കുകളും മറ്റുമായി മുന്നോട്ട് പോകാൻ ഏജൻസികളെയോ വ്യക്തികളെയോ സമീപിച്ചേക്കാം. അല്ലെങ്കിൽ ബിഗ് ബോസിലേക്ക് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യാൻ ചിലരെ സമീപിച്ചേക്കാം. ഇങ്ങനെയെല്ലാം കുറച്ചുപേരെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരാം. ഇതൊക്കെ വിവരങ്ങൾ പുറത്തു വരുന്ന മാർഗങ്ങൾ. എന്നാൽ ഈ കൺഫർമേഷൻ ലിസ്റ്റുകൾക്ക് മാറ്റമുണ്ടാകുമോ? അതോ പുറത്തു വരുന്ന പേരുകൾ വ്യാജമായി തയ്യാറാക്കിയതിനാലാണോ ചിലരെല്ലാം ഷോയിൽ എത്താത്തത്? ഇതിൽ ചിലരുടെയൊക്കെ പേര് ഊഹങ്ങളനുസരിച്ച് തയ്യാറാക്കിയത് കൊണ്ട് തന്നെ ഒരു പക്ഷേ യഥാർത്ഥത്തിൽ സെലക്ട് ചെയ്യപ്പെടാത്തവരായിരിക്കാം. ഇനി സെലക്ട് ചെയ്യപ്പെട്ടവരുടെ കാര്യം. പ്രധാനമായും ഷോയിൽ സെലക്ട് ചെയ്യപ്പെട്ടു എന്നുറപ്പിച്ചാലും ബിഗ് ബോസ് വീട്ടിൽ കയറുന്നതുവരെ അതിൽ മാറ്റമുണ്ടാകാം. സെലക്ട് ചെയ്യപ്പെട്ടാലും എപ്പോൾ ഷോയിൽ പ്രവേശിക്കണം? ആദ്യ ദിനം തന്നെ എത്തണോ അതോ വൈൽഡ് കാർഡ് എൻട്രിയായി എത്തണോ എന്നെല്ലാം ഷോയുടെ മേക്കേഴ്സ് ആണ് തീരുമാനിക്കാറ്. ഒരു പക്ഷേ ഷോയുടെ രഹസ്യ സ്വഭാവം, സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള എൻട്രികൾ എന്നിവ കാരണം ഷോയിൽ സെലക്ട് ചെയ്യപ്പെട്ടാലും ചിലപ്പോൾ ഷോയിൽ എൻട്രി ലഭിച്ചില്ലെന്ന് വരാം. ഇത്തരത്തിൽ ഒന്നാണ് കഴിഞ്ഞ ദിവസം തന്റെ യൂട്യൂബ് വീഡിയോയിലൂടെ അഭിനേത്രിയായ മായ വിശ്വനാഥ് വെളിപ്പെടുത്തിയ സംഭവം. ഒരുക്കങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞ് ഹൗസിൽ എൻട്രി കിട്ടാത്ത സാഹചര്യം. ചിലപ്പോൾ ഒരാളെ സർപ്രൈസായി ഷോയിൽ എത്തിക്കാൻ ശ്രമിക്കുകയും എന്നാൽ ആ വാർത്ത നേരത്തെ പുറത്തറിയുകയും ചെയ്താൽ ബിഗ് ബോസ് ടീം ഒരു പുനർവിചാരം നടത്തിയേക്കാം. അതുകൊണ്ടുകൂടിയാകാം സോഷ്യൽ മീഡിയയിലെ ശ്രദ്ധേയരായ ചില റിവ്യൂവർമാർ കൺഫർമേഷൻ ലിസ്റ്റുകൾ അവസാന ദിവസം മാത്രം പുറത്തുവിടുകയോ അല്ലെങ്കിൽ പുറത്തുവിടാതിരിക്കുകയോ ചെയ്യുന്നത്. തങ്ങളുടെ വീഡിയോ കാരണം ആരുടെയെങ്കിലും അവസരം നഷ്ടമാകാതിരിക്കാൻ കൂടിയാണിത്. അതിനാൽ തന്നെ മത്സരാർത്ഥികൾ ബിഗ് ബോസ് വീട്ടിൽ കയറുന്നതുവരെ ഏത് സമയവും ഇവരുടെ കാര്യത്തിൽ മാറ്റം സംഭവിക്കാം. ഈ സീസണിൽ ആരെല്ലാം വരാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് കമന്റ് ചെയ്യൂ.